പിണറായി വിജയന്റെ കുടുംബം ഇന്ന് കോടതിയും കേന്ദ്ര ഏജൻസികളുമായി മനസ്സമാധാനം തകർന്നു നിൽക്കുമ്പോൾ രണ്ട് യുവ നേതാക്കളാണ് ഇതിനു പിന്നിൽ ചർച്ചയാകുന്നത്. ഒന്ന് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ, രണ്ട് ഷോൺ ജോർജ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സജീവ ചർച്ചയിൽ മാത്യു കുഴൽനാടനെ ഒന്നാമതാക്കുന്നത് പിണറായി വിജയനും കുടുംബത്തിനും ഇട്ട ഊരാക്കുടുക്കാണ്. നമുക്കറിയാം, രാഷ്ട്രീയക്കാരെല്ലാം മേൽത്തലത്തിൽ സുഹൃത്തുക്കളാണ്. അവരുടെ ജോലിസ്ഥലമായ രാഷ്ട്രീയ പ്രസംഗത്തിൽ മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ പോരാട്ടം. അകത്തും രാത്രിയിലും അവർ ഒന്നിച്ചുകൂടുകയും പാർട്ടി നടക്കുകയും ഒന്നിച്ച് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന കുടുംബ സുഹൃത്തുക്കളാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കോൺഗ്രസിൽ നിന്നും പിണറായി വിജയന്റെ കുടുംബത്തിന് മഴുവച്ച ഏക നേതാവാണ് മാത്യു കുഴൽനാടൻ. ഇദ്ദേഹം നിയമസഭയിൽ ഇല്ലായിരുന്നു എങ്കിൽ ഈ മാസപ്പടി കേസ് പോലും നിയമസഭയിൽ ചൂടുള്ള ചർച്ച ആകില്ലായിരുന്നു. പിണറായിയുടെ മകൾ വീണയെ നിയമസഭയിൽ ചർച്ചയ്ക്ക് എത്തിച്ചതും മാത്യു തന്നെ. ഇപ്പോൾ വീണ വിജയൻ അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ കോൺഗ്രസിൽ താരത്തിളക്കത്തോടെ നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം രക്തത്തിലില്ലാത്ത ആൾ, ഒത്തുതീർപ്പുകൾ എതിരാളികളുമായില്ല. അതിനാൽ തന്നെ കോൺഗ്രസിന്റെ പോരാളിയും നായകനുമായി മാത്യു കുഴൽനാടൻ വരണം എന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. കോൺഗ്രസിൽ തലമുറ മാറ്റം വേണമെന്നും ഒത്തുതീർപ്പ് നേതാക്കൾ പാർട്ടി നയിക്കരുത് എന്നും കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ മാത്യുവിനായി ശബ്ദമുയരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും കരിമണൽ കമ്പനിയായ CMRL തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് സാധാരണ രാഷ്ട്രീയ വാർത്തകളിൽ ഒന്നായി കടന്നുപോകും എന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് ഈ വിഷയം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിവാദങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. വീണ വിജയന് സേവനം നൽകാതെയാണ് CMRL നിന്ന് പണം ലഭിച്ചത് എന്ന ആരോപണം നിയമസഭയിൽ ശക്തമായി ഉന്നയിച്ചത് കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനായിരുന്നു. ഒരു പത്രവാർത്തയുടെ പരിധിക്കുള്ളിൽ ഒതുങ്ങിപ്പോകാമായിരുന്ന വിഷയത്തെ അദ്ദേഹം നിയമസഭയിലും പൊതുരംഗത്തും തുടർച്ചയായി ഉയർത്തിക്കാട്ടിയതോടെയാണ് അത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് നിയമസഭ കൂടുന്ന സമയത്ത് ഒരു മലയാള ദിനപത്രത്തിൽ വന്ന വാർത്ത ആരും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭയന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചില്ല. ആ ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും വിചാരിച്ചു മാസപ്പടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുമെന്ന്. എങ്കിൽ അന്നത്തെ പ്രതിപക്ഷമായ UDF പകച്ചു നിന്നപ്പോൾ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ചർച്ചയിലാണ് കന്നിക്കാരനായ മൂവാറ്റുപുഴയിൽ നിന്നുള്ള സാമാജികനായ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ അവതരിപ്പിച്ച് പിണറായി വിജയനെയും ഇടതുവശത്തെയും ഭയപ്പെടുത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുന്ന നിലപാടാണ് മാത്യു കുഴൽനാടൻ സ്വീകരിച്ചത്. മാസപ്പടി കേസ് ഒരു ദിവസത്തെ വാർത്തയായി അവസാനിക്കരുത് എന്ന നിലപാടോടെ അദ്ദേഹം വിഷയത്തിൽ നിരന്തരം പ്രതികരിക്കുകയും കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ പ്രധാന വിഷയങ്ങളിൽ ഒന്നായിരുന്നു പരിസ്ഥിതി വകുപ്പിന്റെ ഭരണപരമായ ക്രമീകരണം. മുൻ സർക്കാരുകളുടെ കാലത്ത് ആരോഗ്യ വകുപ്പിനൊപ്പമായിരുന്ന പരിസ്ഥിതി വകുപ്പ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആരോഗ്യ വകുപ്പിൽ നിന്ന് വേർതിരിച്ച് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് CMRL-ഉം വീണ വിജയനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും പരിസ്ഥിതി അനുമതികളും സംബന്ധിച്ച ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയത്. കരിമണൽ കമ്പനിയിൽ നിന്ന് ലഭിച്ച പണമിടപാടുകളും പരിസ്ഥിതി അനുമതികളും തമ്മിൽ ബന്ധമുണ്ട് എന്ന ആരോപണവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. അതേസമയം ഈ ആരോപണങ്ങൾ ഭരണപക്ഷം നിഷേധിക്കുകയും ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ കോടതിയെയും സമീപിച്ചു. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളപ്പെട്ടു എങ്കിലും വിഷയം നിയമസഭയിലും പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും അദ്ദേഹം തുടർച്ചയായി ഉന്നയിച്ചു. തുടർന്നുള്ള കാലയളവിൽ മാസപ്പടി കേസ് നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ച രാഷ്ട്രീയ ചർച്ചയായി മാറി. ചായക്കടകളിലും സാമൂഹിക മാധ്യമങ്ങളിലും പൊതുചർച്ചകളിലും വിഷയം സജീവമായി നിലനിന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ പ്രതിരോധത്തിലാക്കിയ പ്രധാന വിഷയങ്ങളിൽ ഒന്നായി മാസപ്പടി കേസ് മാറിയപ്പോൾ ആ വിഷയത്തെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ തുടർച്ചയായി നിലനിർത്തുന്നതിൽ മാത്യു കുഴൽനാടന്റെ പങ്ക് നിർണായകമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികളും രാഷ്ട്രീയ നിരീക്ഷകരിലെ ഒരു വിഭാഗവും വിലയിരുത്തുന്നത്. ഒരു പത്രവാർത്തയായി ആരംഭിച്ച വിഷയം പിന്നീട് കേരള രാഷ്ട്രീയത്തിലെ പ്രധാന വിവാദങ്ങളിൽ ഒന്നായി വളർന്ന കഥയാണ് മാസപ്പടി കേസ്. ഇന്ന് വീണ വിജയനിലേക്ക് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉൾപ്പെടെ ക്രെഡിറ്റ് മാത്യുവിന് ലഭിക്കേണ്ടത് തന്നെയാണ്. മാത്യു നിയമസഭയിൽ അവതരിപ്പിച്ചില്ല എങ്കിൽ ഒരു പത്രവാർത്ത മാത്രമായി പോകേണ്ടതാണ് മാസപ്പടി കേസ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.